എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ടേസ്റ്റി കുക്കർ ബിരിയാണി റെഡിയാക്കാം. ആദ്യം ബട്ടർ ഇടാം. ബട്ടർ ഇട്ടിട്ട് പിന്നെ കുറച്ച് എണ്ണയോട് ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം കുക്കർ ബിരിയാണി അങ്ങ് റെഡിയാക്കാം. അപ്പൊ കുറച്ച് ബട്ടർ, കാരണം നെയ്യില്ലാത്തതുകൊണ്ടാണ് ബട്ടർ ഇടുന്നത്. ബട്ടർ ഇട്ടു അതൊന്ന് മെൽറ്റ് ആയി വരട്ടെ. അത് അപ്പോഴത്തേന് നമുക്കാണെങ്കിൽ എണ്ണയോട് ഒഴിക്കാം. നെയ്യ് ഉണ്ടായിരുന്നെങ്കിൽ അത് മാത്രം ഇട്ടാൽ മതിയായിരുന്നു. പക്ഷെ നെയ്യ് ഇല്ലാത്തത് കൊണ്ട് ബട്ടർ. ഇത് സോൾട്ടഡ് അല്ല കേട്ടോ, അൺസോൾട്ടഡാ. കുഴപ്പമില്ല, നമ്മളല്ലേ വെക്കുന്നത്. കുറച്ചാണെങ്കിൽ എണ്ണയോട് ഒഴിച്ചു കൊടുക്കാം. കരിയാപ്പില വേണ്ട, എണ്ണയോട് കുറച്ച് ഒഴിച്ചു കൊടുക്കാവേ. ഇനി വേണേൽ നമുക്ക് സവാളയും അതെല്ലാം കൂടി ഇട്ടും കൊടുക്കാം. അപ്പൊ ഈ ബട്ടർ അലിയുന്നൊപ്പം തന്നെ അതും ഒന്ന് ആയിക്കോളും. എനിക്ക് ഈ ഇതെല്ലാം അരിഞ്ഞൊക്കെ തന്നിട്ട് ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് വെച്ചിട്ട് മഞ്ഞപ്പൊടിയും ഇട്ടായിരുന്നു. ഒത്തിരി ഒന്ന് വഴറ്റി എടുക്കണ്ടല്ലോ അല്ലേ? ഉപ്പിട്ടോ, ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടാം അല്ലേ? അയ്യോ, ഒരബദ്ധം പറ്റി, ഇത് ഇട്ടില്ല ആദ്യം. കുഴപ്പമില്ല, ഇങ്ങോട്ട് ഇട്ടേക്കാം. ബിരിയാണി വെക്കുന്നതിന്റെ ആവേശത്തിലാണല്ലേ? അത് പക്ഷെ പിന്നീടായി. ഇതാണ് ഇതിന്റെ കൂടെ കൂടി വളരെ കുഴപ്പം. മഞ്ഞപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്ക് ഇളക്കിയെടുക്കാം. നെയ്യിലാണ് ഇതിങ്ങനെ ഇങ്ങനെ വഴറ്റിയെടുക്കുന്നെങ്കിലേ അതിന്റെ ഒരു മണമൊക്കെ വന്നേനെ, നെയ്യുടെ ആ ഒരു. പക്ഷെ ഇതിപ്പം ഇങ്ങനെ ആയതുകൊണ്ടൊരു ഇതില്ല. നെയ്യിലെ അതെ. അപ്പൊ നമുക്കാണെങ്കിൽ അടുത്ത് ഇതാണെങ്കിൽ മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും കൂടെ ആണെങ്കിൽ അരച്ചു വെച്ചിരുന്നു. അതുപോലെ ഇത് പച്ചമുളക് അതും കൂടെ അരച്ചു വെച്ചത് അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നിങ്ങനെ വഴറ്റിയെടുത്ത് അങ്ങനെ ഇടണമെന്നില്ല കേട്ടോ. ഇതെല്ലാം കൂടെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം. ടേസ്റ്റിന് ഒരു കോംപ്രമൈസ് ഇല്ല. എല്ലാട്ടും പെട്ടെന്ന് നമ്മുടെ പാചകം കഴിയല്ലേ. പക്ഷെ ഒരു അവസ്ഥ പറ്റി, നമ്മളല്ലേ കുക്കർ എടുത്ത സമയത്തില്ലേ കുക്കറിന്റെ പിടി അങ്ങ് ഒടിഞ്ഞു പോയി. ഇതുണ്ടോ, കുക്കറിന്റെ പിടി ഒടിഞ്ഞു പോയി. അങ്ങനെ ഇറക്കാൻ പറ്റി. അതിന്റെ വിസിലും പോയോ? ഭയങ്കരമില്ല. ജസ്റ്റ് ഒന്ന് വാടിയേലും കിട്ടട്ടെ. നേരത്തെ നമ്മൾ കുക്കർ ബിരിയാണി വെച്ചപ്പോൾ നമ്മൾ മല്ലിയിലയും പുതിനയിലയും ഇത്ര ഇട്ടിട്ടില്ലായിരുന്നു.
ഇനി ഇതിന്റെ കൂടെ ഒരു സലാഡ് വേണം അല്ലേ? ഒരു സലാഡ്, പപ്പടം ഇരിപ്പില്ല, കുഴപ്പമില്ല, സലാഡ് ഉണ്ടാക്കാം. സലാഡും പിന്നാണെങ്കിൽ ബിരിയാണി അല്ലേ? ശരിക്കും മറ്റ് പിന്നെ ഇത് കഞ്ഞിയ മറ്റേ ചോറും അതുപോലെ തന്നെ കറി അതുപോലൊക്കെ അങ്ങനെ വെച്ചതിനേക്കാൾ എളുപ്പം ഈ ഒരു ബിരിയാണി അല്ലേ? ഏത് ബിരിയാണി കഴിക്കാനാണോ ഇഷ്ടം, അതോ പിന്നെ അല്ലാതെ നമ്മളാണെങ്കിൽ ചോറും അതുപോലെ മോരുകറി, മീൻകറി അങ്ങനെയൊക്കെ കഴിക്കാനാണ് ഇഷ്ടം? ഏത് കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം? എനിക്ക് അല്ല എന്നാലും ഒരു ഇതല്ല നാടൻ ഭക്ഷണം. പക്ഷെ നാടൻ ഭക്ഷണം കഴിക്കാൻ കൂടുതൽ ഇഷ്ടം അതൊക്കെ കണ്ട് മീൻകറിയൊക്കെ കുഴച്ചോട്ട് കഴിക്കാൻ അല്ലേ? നാട്ടിലൊക്കെ ഞാൻ ബിരിയാണി ഉണ്ടാക്കും വലിയ പണി പോരാ, എന്താ ബിരിയാണി ഉണ്ടാക്കാൻ ദിവസം പോയത്. അത് പക്ഷെ ഇത് നമ്മൾ എളുപ്പത്തിൽ ചെയ്യുന്നോണ്ടല്ലേ. ബിരിയാണി ഉണ്ടാക്കാൻ അത്യാവശ്യം പണിയൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം നമ്മള് ഇതെന്താ പറയാ, ഈ നന്നായിട്ടാണെങ്കിൽ ഇത് മൊരിച്ച് വെക്കത്തില്ല, വറുത്ത് കോരി എടുക്കണം. അല്ല ചുമ്മാ ഇങ്ങനെ എളുപ്പമായി ഇത് ഇങ്ങനെ ചെയ്ത് തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. പിള്ളേരെ പറ്റിക്കാൻ ചെയ്യാൻ നമ്മളെ പണി എളുപ്പമാവും. പിള്ളേരെ പറ്റിക്കാൻ ആ കൂട്ടത്തിൽ നമ്മള് പറ്റിക്കും. പക്ഷെ അല്ലാതെ ഇതിനൊക്കെ അത്യാവശ്യം പണിയൊക്കെ ഉണ്ട്. കാരണം ഇത് പിന്നെ ഉള്ളിയൊക്കെ ആദ്യം അതിന്റെ വറുത്ത് കോരി എടുത്ത് വെക്കണം, പിന്നാണെങ്കിൽ ചിക്കൻ വറുത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ടല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. ദം ബിരിയാണി ഉണ്ടാക്കാനും അല്ല ചിക്കനൊക്കെ സെപ്പറേറ്റ് ഉണ്ടാക്കാനാണെങ്കിലും അത്യാവശ്യം പണിയുണ്ട്. പിന്നെ അത് മാത്രമല്ല അരിയൊക്കെ കഴുകി കുതിർത്ത് വെക്കണം. അങ്ങനെ അത്യാവശ്യം പണിയൊക്കെ ഉണ്ട്. മതിയോ? പൊടികളല്ല, പൊടിയാണെങ്കിൽ മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, കുരുമുളക് വേണ്ടായിരുന്നു, പിന്നെ ഗരം മസാലയുണ്ട്, ചിക്കൻ മസാല, ഇത് ബിരിയാണി മസാലയുണ്ട്. ഇതിട്ട് കൊടുക്കാം. കുരുമുളക് പൊടി എടുത്ത് വെച്ച് ഞാൻ അറിഞ്ഞില്ല, കാരണം ഇതിനകത്ത് ഓൾറെഡി നമ്മള് പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ പൊടിയെല്ലാണെങ്കിൽ ഇട്ടിട്ട് ഇതിന്റെ പച്ചമണം ഒന്ന് മാറി കിട്ടട്ടെ. അപ്പൊ നമുക്ക് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇത് ഗ്യാസ് അപ്പൊ തീരുവാവും. ഇതാണെങ്കിൽ ഇങ്ങനെ വഴറ്റി ചിക്കനോട് ഇടാം. ചിക്കനോട് ഇട്ടിട്ട് അതൊന്ന് ഇളക്കിയിട്ട് പിന്നെ നമുക്ക് അരിയോട് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലേ? എന്നിട്ട് രണ്ട് കാല് സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ലെ എങ്കിലും ഏതെങ്കിലും ആദ്യം അല്ലെങ്കിൽ ഇത് തപ്പുമ്പോ അയ്യോ കാലിന് വേണ്ടിയായിരിക്കും. ആ ചിക്കൻ ആണെങ്കിൽ അതിന്റെ ആ ഒരു കഷ്ണത്തിന് ഒരു താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു എന്റെ കൂടെ കിടക്കാൻ. ചാടി പുറത്തു പോകും. ചിക്കൻ ആണെങ്കിൽ ഈ മസാലക്കൂട്ടിലോട്ട് ഇട്ടപ്പോഴത്തേനാണെങ്കിൽ ഒരു ചിക്കൻ കഷ്ണം ആണെങ്കിൽ ചാടി ഇങ്ങനെ പുറത്തു പോകുന്നു. അതിന് ഒരു താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു ബിരിയാണി ആകാൻ. ഉപ്പിട്ട് പക്ഷെ ഇച്ചിരൂടെ വേണം. അതാണെങ്കിൽ നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വെക്കത്തില്ല. അല്ലെ ഇപ്പൊ ഇട്ടാലും കുഴപ്പമില്ല. നമുക്ക് വേണേ ഈ ഇത് വിട്ടു കൊടുക്കാം. ഈ വെള്ളം കൂടെ ഒഴിച്ചിട്ടേ ഇടാം. വെള്ളം ഒഴിക്കട്ടെ. അരിയെല്ലാം നമ്മളാണെങ്കിൽ ഇട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കാം.
നിങ്ങൾ ഓൾറെഡി കണ്ടില്ലേ, നമ്മൾ ഒരുപാട് നേരം ഒന്നും ഇതിങ്ങനെ വഴറ്റി എടുക്കത്തില്ല. ഈ ബസുമതി അരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ഇത് റെഡിയാക്കിയ ബസുമതി അരി അല്ല കേട്ടോ, ഇത് വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിന്റെ വേവ് എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കാം. ഇത് മതി, സന്തോഷത്തിന് ശേഷം അതിന് നമ്മളാണെങ്കിൽ ചൂടാക്കിയ വെള്ളം ഒഴിച്ചേക്കുന്നത് കേട്ടോ, ചൂട് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവേ. ഒരു വിസിൽ വരട്ടല്ലേ? ഒരു വിസിൽ അടിച്ചിട്ട് നമുക്ക് നോക്കാം. ഇതുണ്ട്, ഇതിപ്പോ നമ്മൾ ഇതൊക്കെ എത്ര ഗ്ലാസ് ഒഴിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ഗ്ലാസ് അരിയായിരുന്നു. പക്ഷെ വെള്ളം എത്ര ഗ്ലാസ് ഒഴിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് പറയാൻ പറ്റില്ല. കാരണം വെള്ളം നിന്നുണ്ടോ, ഒരു ചിക്കനും അരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നികന്ന് കിടക്കാം. അത് നമുക്കിത് അടച്ചു വെക്കാം. ഇത് പോയി, അത് കാരണം കൊണ്ട് ഞാനല്ലടി പപ്പായ താഴെയിട്ടാം. അപ്പൊ ഇതാണെങ്കില് വിസിലടിക്കട്ടെ. ഓക്കെ, അപ്പൊ ഈ കുക്കർ ആണെങ്കിലേ വിസിലടിച്ചിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഇത് ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ ബിരിയാണി ഏത് പണിയാണ് നോക്കട്ടെ. വിസിലൊക്കെ ആണെങ്കിൽ അടിച്ചിട്ട് അതിന്റെ എയറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്നു നോക്കാവേ. അടിപൊളി കണ്ടോ, ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കുക്കർ ബിരിയാണി കണ്ടോ. ജസ്റ്റ് നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടോന്നേ. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കുക്കർ ബിരിയാണിയാണ് ഞാനിവിടെ തുറന്നത് കണ്ടല്ലോ. നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ കറക്റ്റ് മസാലയൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ ബിരിയാണിയാണ്. വെള്ളമൊക്കെ പറ്റിയത് കണ്ടോ, കുഴഞ്ഞൊന്നും പോയിട്ടില്ല കണ്ടോ, നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ടേസ്റ്റിന് ഒട്ടും കോംപ്രമൈസ് ഇല്ല. ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. നേരത്തെ ആണെങ്കിലും ഇതുപോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം മസാലയൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ടേസ്റ്റി ആയിട്ട് റെഡിയാക്കാം. ബിരിയാണിയുടെ കൂടെ കഴിക്കാനാണെങ്കിൽ നല്ല സലാഡ് റെഡിയാക്കിയിട്ടുണ്ട്. ചോപ്പറിലാണെങ്കിൽ ചോപ്പ് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ തക്കാളിയും അതുപോലെ ക്യാരറ്റ്, സവാള, പച്ചമുളക്, തൈര് ഇതെല്ലാം കൂടെ ഉപ്പ് ഇട്ട് ചോപ്പറിലാണെങ്കിൽ ചോപ്പ് ചെയ്തെടുത്തു. അപ്പോൾ പെട്ടെന്ന് പണി കഴിഞ്ഞു. നല്ല സലാഡും റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. See you next video.